ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ രാജാ സാബ്. നമ്മളെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ റിബൽ സ്റ്റാർ പ്രഭാസ് നായകനാവുന്ന ചിത്രമാണ് രാജാ സാബ് അല്ലേ. ഒരു രാജാ സാബ് എനിക്ക് തോന്നുന്നു കുറച്ച് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു റോള് പ്രഭാസ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഇതൊരു ഫാന്റസി അല്ല, ഒരു ഹൊറർ ഫാന്റസി മൂവിയും കൂടെയാണ്. ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മാരുതിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും. അതുപോലെ മ്യൂസിക് വന്നിട്ട് തമൻ്റേതാണ് മ്യൂസിക്. ഏതായാലും അതിൻ്റെ ഇപ്പം ട്രെയിലറാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഏതായാലും നമുക്ക് നേരെ ട്രെയിലർ കണ്ടിട്ട് വരാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. Close your eyes. പ്രവാസ് സൂപ്പർ ലുക്കിലാക്കിയാണ് പറഞ്ഞത്. രാജാ സാബ് അല്ലേ, അപ്പൊ അത്രയും പ്രൗഡി, അത്രയും വൗ. സെറ്റ് ഡാർക്ക് സീനാണ്, കോമഡിയാ. പ്രേതമല്ല തന്നെ. സ്റ്റൈലിഷ് ലുക്ക്. മാളവിക അല്ലേ? മാളവിക. രണ്ട് ആക്ടേഴ്സാണ്. കോമഡി 3 പേര്, 3 ഹീറോയിൻ. ഹൊറർ പിശാച്. വിഷ്വൽസ് എല്ലാം സൂപ്പർ. VFX-നൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള മൂവിയാണ്. വാ, മാരുതി ഫിലിംസ്. അത് സൂപ്പർ. സൂപ്പർ. 3D ആണ് സിനിമ. ഡബിൾ റോൾ. BGM പൊളി. രാജാ സാബ്. എന്തായാലും ട്രെയിലർ പൊളി ട്രെയിലർ. എന്താ പറയുക, മാരുതിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റും പിന്നെ എന്താ ഇതില് അല്ലേ മ്യൂസിക് തമൻ്റേതാണ് മ്യൂസിക്. എന്തായാലും സൂപ്പർ ട്രെയിലർ. അതുപോലെ ഇതൊരു ഫാന്റസി അല്ലെങ്കിൽ ഹൊറർ മൂവി കൂടെയാണ്, ഹൊറർ ആക്ഷൻ മൂവി. നല്ല രസമുണ്ടായിരുന്നു അല്ലേ ട്രെയിലർ കാണാൻ. കുറച്ച് കോമഡി. അതുപോലെ 3 ഹീറോയിൻസ് ആണ്
ചിത്രത്തിലുള്ളതെന്ന് തോന്നുന്നു അല്ലേ, ഒന്ന് മാളവിക. അതുപോലെ ഫൈറ്റ് സീനും എല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ ഇത് എന്താ VFX അല്ലേ, ഒരു മുതലേക്ക് എടുത്ത പോലെ കുളത്തില് എറിയുന്ന സംഭവം, അതുപോലെ ആനയായിട്ടുള്ള ഒരു സീനുണ്ടായിരുന്നു. VFXന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു മൂവി ആയിരിക്കും. നല്ല രസം അല്ലേ, അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും അതുപോലെ സൗണ്ട് എഫക്ട്സും ഇതൊക്കെ അറിയണമെങ്കിൽ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ചിത്രം ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ജനുവരി 9th 2026 ചിത്രം. ഫസ്റ്റ് തന്നെ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരികയാണ് ജാനുവരി 9th. ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് റിലീസ് ഒരു അല്ലേ, ഒരു സൂപ്പർ സ്റ്റാർ മൂവി ഫസ്റ്റ് തെലുങ്ക് ഇൻഡസ്ട്രിയിലാണ്. അത് പാൻ ഇന്ത്യ ലെവലായിരിക്കും അല്ലേ ഇത് വരുന്നത്. മിക്ക ചിത്രങ്ങളും ഇപ്പോൾ പാൻ ഇന്ത്യ തൂക്കാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ. അതുപോലെ BGM നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും രാജാ സാബ് വേഷം വീണ്ടും ഒരിക്കൽ കൂടി പ്രഭാസ് അണിയുകയാണ്. എന്തായാലും നൈസ് ട്രെയിലർ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.